ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും ഷോർട്ടായിട്ടൊരു വീഡിയോ സെറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൂടുതൽ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഇറാൻ ഇസ്രായേൽ ഇഷ്യൂസ് അവിടെ കിടപ്പുണ്ട്. ആ ഒരു ഗ്ലോബൽ ടെൻഷൻ ഭയങ്കരമായിട്ട് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്. അത് നമ്മുടെ മാർക്കറ്റിനെയും ഓയിൽ മാർക്കറ്റ്, കമ്മോഡിറ്റി മാർക്കറ്റിനെ ഷൂട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് കമ്മോഡിറ്റി മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റും തമ്മിൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു സംഭവം ഉണ്ട്. കംപ്ലീറ്റ്ലി ഞാനത് ആണെന്ന് പറയുന്നില്ല. എന്നാലും ആ ഒരു സിറ്റുവേഷൻ അവിടെ പലപ്പോഴും വരാറുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് ഷൂട്ട് ചെയ്യുമ്പോൾ, ഓയിൽ പ്രൈസസ് ഷൂട്ട് ചെയ്യുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂസസ് വരുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ സ്റ്റോക്സിൻ്റെ ഇല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ പ്രൈസസ് താഴെ പോകുമ്പോൾ ഇതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ട് അവിടെ കമ്മോഡിറ്റിയുടെയും ഗോൾഡിൻ്റെയൊക്കെ പ്രൈസസ് മേളിലോട്ട് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ആണ് അവിടെ ഇന്നലെ ഓയിൽ പ്രൈസസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു. ആ ഓയിൽ പ്രൈസസ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിനകത്ത് അരക്ഷിതാവസ്ഥ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കാരണം മാർക്കറ്റ് ഇന്നലെ ക്രാഷ് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഒരു പ്ലെയിൻ ക്രാഷിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ടാറ്റയുടെ കമ്പനിയാണ് എയർ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതും അവിടെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് നമ്മുടെ അപ്പർ ബാൻഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് മാർക്കറ്റ് തിരിച്ച് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ലോവർ ബാൻഡായിട്ടുള്ള 24,800 ഞാൻ എന്നും പറയുന്നതാണ്. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ 24,800 തൊട്ടടുത്തോ ഇല്ലെങ്കിൽ തൊട്ട് താഴെയോ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഇതിനനുസരിച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് കയറുകയോ ഇല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് താഴേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് അപ്പർ ട്രെൻഡിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൽ ഓൾറെഡി 66% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 33% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെവൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് പുതിയ സ്വിംഗ് ട്രേഡ്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ ലെവൽസ് എന്ന് പറയുന്നത് 25,240 ഇച്ചിരി പാടാണ്. 25,000 താഴെ 24,800, താഴെ 24,600, 24,440 എന്നുള്ളതാണ്. ഇതിനകത്ത് 800 താഴേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വീക്കാണ്. 600 താഴെ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല വീക്കാണ്. മാർക്കറ്റ് ഒരു ബൗൺസ് എടുത്ത് പതുക്കെ തിരിച്ചു പോട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഇൻട്രാഡേ ട്രേഡേഴ്സ് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിൽ റിക്കവറി ഫേസ് വരുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് ഇൻട്രാഡേ ട്രേഡിലേക്ക് പോവാം, ഇല്ലെങ്കിൽ ഷോർട്ട് ട്രേഡിലേക്ക് പോവാം വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ ഇതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. ഒരു 3 മിനിറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്താണ്. എല്ലാ ദിവസവും ഇതുപോലത്തെ വീഡിയോ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ വേറൊന്നുമില്ല, സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ സ്റ്റോക്സ് ഇല്ല. വരുന്ന ദിവസങ്ങളിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്തിരിക്കാം. മാർക്കറ്റ് ഗുഡാകുമ്പോൾ മാത്രമേ അത് പറയുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ചെയ്യുക, അവിടെ റിപ്ലൈ കിട്ടുന്നതാവും. ടേക്ക് കെയർ, ട്രേഡ് സേഫ്.